നമസ്കാരം, പത്രവാർത്താസിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. കാരണം ഇന്ന് ലോകകപ്പ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ലോകകപ്പിൻ്റെ ഫൈനലായിരുന്നു ഇന്ന് വെളുപ്പിനെ. അതിൽ മെസ്സിയുടെ തുടർച്ചയായ രണ്ടാമത്തെ ഒരു ട്രോഫി എന്നുള്ളത്, അല്ലെങ്കിൽ വേൾഡ് കപ്പ് എന്നുള്ളത്, അതിന് തടസ്സം വീണിരിക്കുകയാണ്. കാരണം സ്പെയിൻ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഗോളിന് ജയിച്ചിരിക്കുകയാണ്. എന്തായാലും സ്പെയിനിന് കൺഗ്രാജുലേഷൻസ്. അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിൽ അല്ലേ അവധിയാണ്. അതായത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് മൊത്തവും മുഖ്യമന്ത്രി അവധി കൊടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെ ഒരുപാട് പേര് വിമർശിക്കുന്നുമുണ്ട്, അനുകൂലിക്കുന്നുമുണ്ട്. എന്താണ് അതിലെ അഭിപ്രായം സുഹൃത്തെ? ഒരു അവധി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? കേരളത്തിൽ അങ്ങനെ അവധി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാവർക്കും ഫുട്ബോൾ കാണാനാണ് ഇഷ്ടം. പക്ഷെ വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കായിക പ്രേമികൾക്ക് ഇതൊരു പ്രചോദനം ആവട്ടെ, അവർക്കും ഫുട്ബോളിൽ എത്തട്ടെ, അതിന്റെ ഒരു മുന്നോടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എത്രമാത്രം നമുക്ക് അങ്ങനെ പേഴ്സണലി ഉൾക്കൊള്ളാനൊന്നും കഴിയണമൊന്നുമില്ല. അല്ല, അതിൽ വേറെ കാര്യം കൂടിയുണ്ട്. കാരണം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഫുട്ബോളിന് അമിത പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, അപ്പോൾ അതിന് അറിയാവുന്നതാണ്. പക്ഷേ ക്രിക്കറ്റിന് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ക്രിക്കറ്റിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം, തുല്യ പ്രാധാന്യം തന്നെ ഫുട്ബോളിന് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കഴിവുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് തന്നെയുണ്ട്, ഇന്ത്യയിൽ നിന്ന് തന്നെയുണ്ട്. നല്ലൊരു ഫുട്ബോൾ ടീം വന്ന് അത് വേൾഡ് കപ്പ് ഒക്കെ കളിക്കുന്ന ഒരു രീതിയിലേക്ക് മാറാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. നല്ല കാര്യമാണ്, വിദ്യാഭ്യാസം വേണം, ഇല്ല എന്നല്ല പറയുന്നത്. എന്നിരുന്നാലും ഇതുപോലുള്ള കായിക മത്സരങ്ങൾ അല്ലെങ്കിൽ കായിക മേളയിലേക്കൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ തന്നെ അല്ലെങ്കിൽ ചരിത്രം അല്ലെ മാറ്റി എഴുതുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ അവധി കൊടുത്താൽ നല്ല കാര്യമാണ്. കാരണം ഉറക്കം തൂങ്ങിയൊന്നും കുട്ടികൾ പോയിരുന്ന് ക്ലാസ്സിലിരിക്കേണ്ട എന്നുള്ള ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം കൊടുത്തത്. പക്ഷേ എന്നിരുന്നാലും അതൊന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. കാരണം നമ്മുടെ കായിക ലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കേരളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? കൊച്ചുകുട്ടികളെ ആ കാലഘട്ടത്തിൽ തന്നെ വളർത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമം അല്ലേ നടത്തിയെങ്കിൽ അത് വളരെ ഇന്ത്യക്കൊരു മുതൽക്കൂട്ടായി മാറുന്ന രീതിയിലേക്ക് വരുമെന്നാണ് പറയാനുള്ളത് അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ പത്രങ്ങളിലും, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ലോകകപ്പ് തന്നെയാണ് അതിൽ ഏറ്റവും ആദ്യം പറയുന്നത്. അതിൽ ഇംഗ്ലണ്ട് ഫ്രാൻസ് മത്സരത്തിൽ 10 ഗോൾ പിറന്നു എന്നുള്ള ഒരു ഇതാണ്. ഒരു ലോകകപ്പിൽ 10 ഗോൾ, ഒരു കളിയിൽ 10 ഗോളുകൾ പിറക്കുക എന്ന് പറഞ്ഞാൽ അത് ഇതിനു മുമ്പ് ഇംഗ്ലണ്ട്, ഇതിനു മുമ്പ് ജർമ്മനിയൊക്കെ ആയിരുന്നു അതുപോലെയുള്ള കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 8 ഗോളായിരുന്നു. അതെ, അത് ചരിത്രം മാറ്റിക്കുറിച്ചിരിക്കുകയാണ്. കാരണം പക്ഷേ ഇംഗ്ലണ്ടിന് തന്നെയാണ് ഇതിൽ വിജയം. ഇംഗ്ലണ്ടും ഫ്രാൻസുമായിരുന്നു മത്സരം നടന്നത്. അതിൽ 6 ഗോള് ഇംഗ്ലണ്ട് അടിച്ച് 4-നെതിരെ 6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ആധികാരിക വിജയം. പക്ഷേ എംബാപ്പെ അതിലൊരു ചരിത്രം കുറിച്ചു. കാരണം ഏറ്റവും അധികം ഗോൾ നേടിക്കൊണ്ട് ഗോൾഡൻ ബൂട്ടിന് അർഹനായിരിക്കുകയാണ് എംബാപ്പെ എന്നുള്ളൊരു വാർത്തയാണ് എല്ലാ പത്രങ്ങളുടെയും ആദ്യത്തെ പേജിൽ തന്നെ ഉള്ളത് അല്ലെ? അതെ, 22 ഗോളാണ് എംബാപ്പെ അടിച്ചിരിക്കുന്നത്. അതും കൂടി മാതൃഭൂമിയിൽ കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിയിലും മെയിനായിട്ട് അത് തന്നെയാണ്. 3-ാം സ്ഥാനം ഇംഗ്ലണ്ടിനാന്ന് തന്നെ. അതുമാത്രമല്ല, ഇന്ന് അവധി, കുട്ടികൾക്ക് ഉറങ്ങാം എന്ന ന്യൂസും കൂടി എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഉറക്കമൊഴിച്ച ലോകകപ്പ് ഫൈനൽ കണ്ട വിദ്യാർത്ഥികൾക്ക് രാവിലെ തിടുക്കപ്പെട്ട് എഴുന്നേൽക്കണ്ട. തിങ്കളാഴ്ച സ്കൂളുകൾക്കും കോളേജുകൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചു. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന നയത്തിന്റെ ഭാഗമാണ് അവധി അനുവദിച്ചതെന്ന് പൊതുഭരണ വകുപ്പ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഇടപെട്ട അവധിക്ക് അവസരം ഒരുക്കുകയായിരുന്നു. ഇന്ന് അവധി ഉണ്ടെങ്കിൽ അതിന് വേറൊരു വർക്കിംഗ് ഡേ എന്തായാലും ഉണ്ടാവും. അത് ഈ ശനിയാഴ്ച അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച എന്തായാലും വർക്കിംഗ് ഡേ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നേരത്തെ മുതൽ കണ്ടുവന്നിരിക്കുന്നത്. കാരണം ഒരു അവധി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അവധി ദിവസത്തെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അടുത്തൊരു ദിവസങ്ങളിൽ വർക്കിംഗ് ഡേ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. പോർഷനൊക്കെ കവർ ചെയ്ത് പോകാനുള്ള അത്യാവശ്യമാണ് അല്ലേ? ഇപ്പോൾ അടുത്തൊരു വിവാദം എന്ന് പറഞ്ഞാൽ മംഗളത്തിൽ കൊടുത്തിരിക്കുന്നത് പൊതിച്ചോറിനെതിരെ പൊരിഞ്ഞ പോര് എന്നുള്ളൊരു തലക്കെട്ടോടു കൂടിയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഡിവൈഫൈയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് അതൊരു ഗുണമാണ്. കാരണം ഞാനും മേടിച്ചിട്ടുള്ളതാണ് ആ ഒരു പൊതിച്ചോറ്. കാരണം അതെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രയും പേർക്ക് ഗുണം കിട്ടുന്നതിൽ ഒരു കൊടി കുത്തി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റേണ്ട ഒരു കാര്യമുണ്ടോ എന്നാണ് എനിക്ക്. കാരണം സേവാഭാരതി ഉൾപ്പെടെ ഒരുപാട് പേര് പുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇത് ആരെയും നിന്നും പൈസ മേടിച്ചിട്ടല്ല ചെയ്യുന്നത്. ഒരുപാട് പേർക്ക്, ഒരുപാട് കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും അത്താണിയാകും
ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു നേരത്തെ വിശപ്പകറ്റാൻ പറ്റുന്ന, ചിലപ്പോൾ ഒരു നേരത്തെ മാത്രമല്ല, അവരത് മേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ വലിയൊരു പൊതിച്ചോറാണ് കിട്ടുന്നത്. അപ്പൊ അത് ചിലപ്പോൾ രാവിലത്തേനും വൈകുന്നേരത്തേനും അവർക്ക് ഉപകരിക്കാൻ പറ്റുന്ന രീതിയിൽ ആ കൂട്ടിരിപ്പുകാരെയും അല്ലെ രോഗികളുടെയും കാശ് കയ്യിൽ നിന്ന് പോകാത്ത രീതിയിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിൽ ഇത്രയധികം സർക്കാർ കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ആശുപത്രിയിൽ കൊടിയും ബാനറും കെട്ടിയുള്ള പൊതിച്ചോറ് വിതരണം അനുവദിക്കില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം വൻ വിവാദമാവുകയാണ്. ഓക്കെ, വിവാദം കത്തിപ്പടർന്നതോടെ നിലപാട് മയപ്പെടുത്തിയ മന്ത്രി കെ മുരളീധരൻ അധികം വൈകാതെ വീണ്ടും സ്വരം കടുപ്പിച്ചു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം അതിലിത്ര ഇത് പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെ, അത് മനുഷ്യത്വമില്ലാത്ത നടപടി എന്നാണ് ഇതിനെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഒരുപാട് പേർക്ക് സഹായം കിട്ടുന്നത് അല്ലെ, അതൊരു തടയാനുള്ള ഒരു ശ്രമമാണോ ഇത് എന്നും, അതോ ഇനി പാർട്ടിയുടെ പേരിൽ അല്ലെങ്കിൽ കൊടിവെച്ച് നടത്തുന്നതാണോ പ്രശ്നമെന്ന് ഉള്ളതൊക്കെയാണ് നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും അതൊന്നോടെ മന്ത്രിമാരൊക്കെ ഒന്ന് വിശകലനം ചെയ്യണം. കാരണം ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുന്ന കാര്യമാണ് അല്ലേ. അതെ, തമിഴ്നാട്ടില് ജയലളിതന്റെ അമ്മേന്റെ ഹോട്ടല് അടച്ചുപൂട്ടിണ്ടായിരുന്നു സ്റ്റാലിന്. അപ്പൊ ഇപ്പൊ അത് വിജയ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതിൽ 5 രൂപയ്ക്ക് പൊങ്കല്, 5 രൂപയ്ക്ക് 2 ഇഡ്ഡലി, 5 രൂപയ്ക്ക് 2 ദോശ, മസാല ദോശ 10 രൂപ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതെന്തായാലും വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അതുപോലെ തന്നെ നമ്മുടെ പാലാ നഗരസഭയിൽ ഈ 20 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മുടെ ക്യാമറമാൻ ക്രിസ്റ്റിക്കൊക്കെ അറിയാം, അദ്ദേഹമൊക്കെ പാലയിൽ കണ്ടിട്ടുള്ളതാണ് 20 രൂപയ്ക്ക് ഊണ് അല്ലേ. ഓക്കെ, അപ്പൊ അടുത്തൊരു ഇതിലേക്ക് വന്നാൽ സംസ്ഥാന വരുമാനം ആദ്യപാദത്തിൽ വർധന ഉണ്ടായി എന്ന് തന്നെയാണ് അത് നല്ലൊരു കാര്യമാണ്. ആദ്യ ചുവടുവെപ്പ് 6,000 കോടി രൂപയുടെയാണ്. GST വരുമാനത്തിൽ മികച്ച നേട്ടമാണ്, വികസനത്തിൽ കൂടുതൽ തുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് സന്തോഷം നൽകുന്ന, നികുതിയിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് വരുന്നത്. കാരണം GST വിഭാഗത്തിലും ഭൂമി രജിസ്ട്രേഷൻ, ഭൂനികുതി, ഇന്ധനം, എക്സൈസ് ഡ്യൂട്ടി, കേന്ദ്ര വിഹിതം, നികുതി ഇതരം, കേന്ദ്ര ഗ്രാന്റ് എന്നിവ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ വരുമാനം ഏപ്രിൽ ജൂൺ മാസത്തിൽ 2025 അപേക്ഷിച്ച് 2026 ഉണ്ടായി എന്ന് തന്നെയാണ് കണക്കുകൾ കാണുന്നത്. കാരണം 2025 26,701 കോടിയാണെങ്കിൽ ഈ 2026 വന്നപ്പോൾ അത് 33,331 കോടിയിലേക്ക്, ഏകദേശം 6,610 കോടിയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതെന്തായാലും ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് അല്ലേ. അടുത്തൊരു വാർത്തയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മനോരമയുടെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത് തലക്കെട്ടിൽ കള്ളൻ വിജയൻ, ദേശാഭിമാനി വാരാന്ത പതിപ്പ് മുടങ്ങി എന്നുള്ളൊരു വാർത്തയാണ്. അതായത് VS അനുസ്മരണം ഉൾപ്പെട്ട പതിപ്പ് വിതരണം ചെയ്യാത്തത് സാങ്കേതിക പ്രശ്നം മൂലമെന്ന് ഉള്ളൊരു വിശദീകരണത്തിലൂടെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വാരാന്ത്യ പതിപ്പ് വന്നിട്ടില്ലായിരുന്നു. അതിന് നൽകുന്ന വിശദീകരണം എന്തെന്നാൽ VS അച്യുതാനന്ദനെ അനുസ്മരിക്കുന്ന കവർ സ്റ്റോറി സഹിതം തയ്യാറാക്കിയ വാരാന്ത്യ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത് ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ച് CPM മുഖപത്രമായ ദേശാഭിമാനി. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടുള്ള മറ്റൊരു ലേഖനം ഉൾപ്പെട്ടതിൽ അവസാന നിമിഷം പ്രശ്നം കണ്ടെത്തിയതോടെയാണ് പ്രസിദ്ധീകരണത്തിന് വൈകിച്ചതെന്നാണ് വിവരം. കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുപ്പത്തിപ്പാറ വിവോ എന്ന തലക്കെട്ടോടുകൂടി ഒരു ബോർഡിൽ തൂങ്ങിക്കിടക്കുന്ന തരത്തിലായിരുന്നു പേജ് തയ്യാറാക്കിയിരുന്നത്. പേജിന്റെ സോഫ്റ്റ് കോപ്പി അനുമതിക്കായി മുകളിലെത്തിയപ്പോഴാണ് പ്രശ്നം കണ്ടെത്തിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒരു തിരിച്ചടിയായിട്ട് വേണം കരുതാനായിട്ട്. പക്ഷേ അത് എന്തായാലും അവസാന നിമിഷം കണ്ടെത്തി. പക്ഷേ അത് മുടങ്ങിയത് ചില കളികളാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതിൽ അന്വേഷണം ഉണ്ടാവും. CPM പാർട്ടി തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കും, എന്താണ് അങ്ങനെ വരാൻ കാരണമെന്നൊക്കെ എഡിറ്റോറിയലിനൊക്കെ അല്ലേ വലിയ പ്രശ്നമായിട്ട് മാറാം. അതേ ന്യൂസ് തന്നെ മാതൃഭൂമിയിലുണ്ട്, കള്ളം വിജയം വിനയായി എന്നുള്ളത്. പിൻ പേജിൽ നാടക കളരി നടത്തുന്ന വിജയ് എന്ന ഒരാളെ കുറിച്ച് കള്ളം വിജയ് എന്ന പേരിൽ മറ്റൊരു ഫീച്ചറും ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. CPM-ലെ മുൻകാല വിഭാഗീയതയോടൊപ്പം ഇത് വ്യാഖ്യാനിക്കപ്പെടും എന്നതിന്റെ അടിസ്ഥാനത്തിൽ വാരാന്ത്യ പതിപ്പ് അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നത് നിർത്തിവെച്ചു എന്നാണ് ആരോപണം. അപ്പൊ ഇതാണ് ശരിക്കും കാരണം. കള്ളം വിജയ് എന്നുള്ള പേര് കൊടുത്തത് കൊണ്ട് തന്നെയാണ് അത് നിർത്തലാക്കിയതല്ല പ്രശ്നം, വിജയൻ എന്ന് വന്നതിലാണ് പ്രശ്നം. മുഖ്യമന്ത്രിയും കൂടിയാണ്. അപ്പൊ അത് വലിയൊരു പ്രശ്നമായിട്ടാണ് കണ്ടത് അല്ലെ. അതുപോലെ തന്നെ മനോരമയിൽ വന്നിരിക്കുന്ന നിർദ്ദിഷ്ട കോട്ടയം എറണാകുളം ഇടനാഴിക്ക് ദേശീയപാത പദവിയുടെ ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. ആദ്യഘട്ട ചർച്ച കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ദേശീയപാത 183, 66 എന്നിവയെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട കോട്ടയം എറണാകുളം ഇടനാഴിക്ക് ദേശീയപാത പദവി ലഭിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ഒരു വട്ടം ചർച്ച പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. അടുത്ത യോഗം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ നടക്കും.
അതിനു മുൻപേ കേരളത്തിന് വേണ്ട ആവശ്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വഴി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും മുഖ്യമന്ത്രി കടുത്തുരുത്തി, ഇവിടെ അടുത്താണ് കടുത്തുരുത്തി ബൈപ്പാസ് ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്തിയിരുന്നു. അത് മോൻസ് ജോസഫിന്റെ MLA-യുടെ ഒരു സ്വപ്ന പദ്ധതിയായിട്ട്, MLA അല്ല, ഇപ്പം മന്ത്രിയും കൂടിയാണ്, അല്ലെ, ജലവിഭവ വകുപ്പ് മന്ത്രിയും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയും കൂടെ ആയിരുന്നു ആ ബൈപ്പാസ്. കാരണം കടുത്തുരുത്തി ടൗണിലെ എപ്പോഴും തിരക്കാണ്. എപ്പോഴും തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഇപ്പോൾ സുഹൃത്തിന് തന്നെ അറിയാം, ബസ് കയറാൻ നിൽക്കുമ്പോൾ തന്നെ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. കാരണം നമുക്ക് മൂന്നാറിലേക്കും വാഗമണിലേക്കൊക്കെ തിരിയുന്ന ഒരു സ്ഥലം കൂടിയാണ് കടുത്തുരുത്തി ടൗൺ. അതായത് എറണാകുളത്ത് നിന്ന് വന്നാലും കോട്ടയത്ത് നിന്ന് വന്നാലും ഒരു മെയിൻ ജംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ജംഗ്ഷനിൽ കയറാതെ, അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷനിൽ തൊടാതെ നമുക്ക് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ കോട്ടയത്തേക്കോ പോകാൻ പറ്റുന്ന ഒരു ബൈപ്പാസാണ്. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിനാണ് മുഖ്യമന്ത്രി അത് കഴിഞ്ഞ ദിവസം നാടിന് സമർപ്പിച്ചു. നാടിന് സമർപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. കോട്ടയത്തിനായിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, കോട്ടയം പോർട്ട് ഉൾപ്പെടെയുള്ള കുറേയധികം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ചയിലാണ്. അല്ലെങ്കിൽ മന്ത്രി മോൻസ് ജോസഫ് ഏത് സമയം ഓർമ്മപ്പെടുത്തുന്നതാണ്, നിവേദനമായിട്ടാണെങ്കിലും എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കാര്യം പറഞ്ഞു, കർഷകരുടെ കണ്ണീര് ഒരിക്കലും ഈ ഭൂമിയിൽ വീഴ്ത്തില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളിവിടെ കണ്ടതാണ് കർഷകരുടെ ഒരുപാട് ആത്മഹത്യയൊക്കെ, അല്ലെ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. ഇതിനു മുമ്പ് വൈക്കത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് കർഷക ആത്മഹത്യകൾ. അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം 2010 മുമ്പ് ആ ടൈമിൽ തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അവര് പണിയെടുക്കുന്നതിനുള്ള ഒരു കൂലി അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് മിക്കവരും ആ ഒരു ആത്മഹത്യയിലേക്കൊക്കെ ചിന്തിക്കുന്നത്. കാരണം ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളൊരു ചിന്തയൊക്കെ വരുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും തടയിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ റബ്ബറിന് താങ്ങുവില ഉയർത്തിയിട്ടുണ്ട്. ഇനി 300 രൂപയാക്കുമെന്നാണ് പറയുന്നത്. 252 ഇപ്പോൾ. അതെ അതെ അതെ. അപ്പൊ ആ 252-ൽ നിന്ന് 300-ലേക്ക് എത്തിക്കും. അത് പറഞ്ഞത് ചെയ്യുമെന്നാണ് VD സതീശൻ ഇന്നലെ, നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ഇന്നലെ അറിയിച്ചത്. എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ് കർഷകർക്ക്, അല്ലെ. പ്രത്യേകിച്ച് കോട്ടയം പോലെ റബ്ബറിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു ജില്ലയാണ്. അപ്പോൾ എന്തായാലും അതൊരു നല്ല തീരുമാനം തന്നെയാണ്. കാരണം റബ്ബർ കർഷകർക്ക് ആശ്വസിക്കാവുന്ന ഒരു കാഴ്ച. കാരണം ഇപ്പൊ റബ്ബറിന് ഒന്നാലോചിച്ച് നോക്കൂ, വില കൂടിയാലും കർഷകർക്ക് ചിലപ്പോൾ അതിൻ്റെതായ ഒരു ഇത് കിട്ടണമെന്നില്ല. കാരണം ഇപ്പൊ റബ്ബർ വളർത്തുന്നവരാണെങ്കിൽ തന്നെ മിക്കവരും അത് പാട്ടത്തിന് കൊടുത്തിട്ട്, അല്ലെങ്കിൽ വെട്ടാൻ വരുന്നവർക്ക് തന്നെ പകുതി കൊടുത്തിട്ട് പകുതി ഷീറ്റ് അവരെടുക്കുക, പകുതി, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൽ കണ്ടുവരുന്നത്. പക്ഷേ അത് കർഷകരെ സംബന്ധിച്ച് അത് വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനെല്ലാം പരിഹാരമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ. അതെ, റബ്ബറിന്റെ കാര്യം വന്നപ്പോഴാണ് അടുത്ത ബിസിനസ് ന്യൂസ്. ഇപ്പൊ വിലക്കയറ്റം ഭയങ്കര കൂടുതലാണല്ലോ. എന്തിനു നോക്കിയാലും ഇപ്പൊ നല്ല വിലയുണ്ട്. അപ്പോൾ വിലക്കയറ്റത്തെ അടുക്കള ബഡ്ജറ്റ് ചോരുന്ന പണം എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ നടക്കണില്ല. അതിനെല്ലാം വിലക്കയറ്റമുണ്ട്, പക്ഷെ ശമ്പളം മാത്രം കൂട്ടിയിട്ടില്ല. അപ്പോ മാതൃഭൂമിയിൽ എങ്ങനെ വിലക്കയറ്റം ലാഭിക്കാന്നുള്ളത് വലിയൊരു ഇതായിട്ട് തന്നെ അവര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് പണം ചോരുന്ന വഴികൾ പറഞ്ഞിട്ട് ചെറിയൊരു ബോക്സ് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. പ്ലാനിങ് ഇല്ലാത്ത സാധനം വാങ്ങൽ. എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെടുന്നത്. ഓഫറുകൾ കണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളും വലിയ അളവിൽ വാങ്ങിക്കൂട്ടുന്നത് പണം പാഴാക്കാൻ ഇടയാക്കും. ഭക്ഷണം പാഴാക്കി കളയരുത്. ആവശ്യത്തിലധികം ഭക്ഷണം പാകം ചെയ്യുകയും പിന്നീട് അത് ബാക്കി വെച്ച് കളയേണ്ടി വരികയും ചെയ്യുന്നത് നേരിട്ടുള്ള പണനഷ്ടമാണ്. പച്ചക്കറികളും പഴങ്ങളും ശരിയായ രീതിയിൽ സൂക്ഷിക്കാതെ ചീഞ്ഞു പോകുന്നതും വലിയൊരു ചോർച്ചയാണ്. അതെ, നമ്മൾ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ മേടിക്കാതിരിക്കുക, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക. ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരാനുള്ള സാധ്യത ചിലപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ പോക്കറ്റ് ചോരാതെ, അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് അച്ചടക്കത്തോടു കൂടി ഒന്ന് കൊണ്ടുപോയെങ്കിൽ മാത്രമേ, സാമ്പത്തിക അച്ചടക്കം, അല്ലെ, അത് പ്രധാനം തന്നെയാണ്. ഒരു കുടുംബത്തിനായാലും ഒരു രാജ്യത്തിനായാലും സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് കൃത്യമായി കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും, അല്ലെ, പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാമ്പത്തികത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മംഗളത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാന വാർത്തയാണ്. BSNL സഹകരണ സംഘത്തിലെ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. അതിൽ ED അന്വേഷണം പുനരാരംഭിച്ചു. അതായത് BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിന്റെ 300 കോടി രൂപ വരുന്ന നിക്ഷേപ തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പുനരാരംഭിച്ചു. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് പരാതികളുടെയും ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് അന്വേഷണം. തിരുവനന്തപുരം ജില്ലാ സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ
3.78 കോടി രൂപയും നിക്ഷേപ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് എത്തി ED സംഘം രേഖകളും മൊഴികളും ശേഖരിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ED മൊത്തത്തിൽ ഇറങ്ങിയേക്കുവാണ് അല്ലേ. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടു, പിന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീണ വിജയന്റെയും ഒക്കെ വീട്ടിൽ ED റെയ്ഡുകൾ എല്ലാം ഉണ്ടായ അപ്പോൾ അധികാരമില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ED കയറിയത്. അതിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ ഒരു രസകരമായൊരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി അല്ലെ. ഞാൻ മോദിനെ വിളിച്ച് പറഞ്ഞായിരുന്നു, ഞാൻ മോദിനെ നേരിട്ട് കണ്ടു, അപ്പൊ തന്നെ ED-നെ വിടുക എന്ന് പറഞ്ഞാൽ ഒന്ന് കളിയാക്കുകയും ചെയ്തായിരുന്നു. പക്ഷെ അത് ഒരിക്കലും പ്ലാൻ ചെയ്തതൊന്നും ആയിരിക്കില്ല. കാരണം പക്ഷെ ഇത് നേരത്തെ പ്ലാൻ ചെയ്തതായിരിക്കാം ഒരു പക്ഷെ ഇപ്പോഴായിരിക്കാം അതിനൊരു അവസരം കിട്ടിയത്, കാരണം സ്ഥാനമില്ലാത്തത് കൊണ്ട്. അത് തന്നെ ആയിരിക്കാം പ്രധാന കാരണം അല്ലെ. അതിപ്പോ CPM-ന്റെ ഇടയിൽ തന്നെ കുറച്ച് പ്രശ്നമായിട്ടിരിക്കുക. കാരണം ED കേസിൽ വീണ വിജയന് പകരം കുറച്ചുപേരെ CPM-ലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര മെയിനായിട്ട് ഈ പാളയത്തിലെ ഒരു UP പ്രദീപ് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം CPM-ന് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളാണെന്ന് പറയുന്നത്. അങ്ങനെ CPM-ൽ തന്നെ ഒരു എന്താ പറയാ നല്ലൊരു വ്യക്തിയാണ്, ഇങ്ങനെ പൈസ വാങ്ങണ പരിപാടിയോ ഒന്നുമില്ല. അതുകൊണ്ട് ആള് സ്ട്രേറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് ആളെ പിടിച്ചിപ്പോ ജയിലിൽ ഇട്ടുണ്ട്. അപ്പൊ 39 ദിവസമായിട്ട് ആളിപ്പോ ജയിലിലുമാണ്. അപ്പൊ പിണറായി വിജയൻ വന്ന് നോക്കിയോ ഇല്ല, കേസാണെങ്കിൽ ഇവരുടെ തലമണ്ടയിലും ആയി. അങ്ങനെയുള്ള ഒരു പ്രശ്നമൊക്കെ ഇപ്പൊ CPM-ന്റെ ഇടയിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നതെന്ന് പറഞ്ഞാല് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനും കടലാക്രമണ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെതാണ് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകൾക്ക് പുറമെ കന്യാകുമാരിയുടെ തീരങ്ങളിലും ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, കാരണം മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ ഒരു വലിയ ദുരന്തം ഉണ്ടാവാതെ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു വന്യജീവിയുടെ ആക്രമണമല്ല, വന്യജീവികളെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ എല്ലാ പത്രങ്ങളിലുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇടമലക്കുടിയിൽ ഒറ്റയാൻ വീട് തകർത്തു എന്നുള്ളൊരു വാർത്തയാണ് വന്നത്. അതായത് പുലർച്ചെ എത്തിയ ഒറ്റയാൻ ഇടമലക്കുടിയിൽ വയോധികൻ കിടന്നുറങ്ങിയ വീട് ഭാഗികമായി തകർത്തു. വൃദ്ധ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു എന്നുള്ളൊരു വാർത്തയാണ്. മുണ്ടക്കയത്ത് നാട്ടിൽ എന്നുമുണ്ട് കാട്ടിൽ നിന്നുള്ള കക്ഷികൾ എന്ന് പറഞ്ഞുള്ളൊരു വാർത്തയാണ് വരുന്നത്. അത് ചിലപ്പോൾ പുലിയോ ആനയോ കടുവയോ കുടിയേറ്റക്കാരായ കാട്ടുപന്നികളോ പേടി സ്വപ്നമായ പാമ്പുകളോ ആണ് എന്നുള്ളൊരു വാർത്തയാണ് ഇതിൽ പ്രധാനമായിട്ടും മനോരമയിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത. അപ്പോൾ ആ കിണറ്റിൽ വീണ കാട്ടുപന്നികളെയാണ് ഇപ്പോൾ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അത് അനുമതിയോടുകൂടി തന്നെയാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അപ്പോൾ ഈ വന്യജീവി ആക്രമണം വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് നമ്മുടെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ. അപ്പോൾ അതിനുള്ളൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതുവരെ നമുക്കൊന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം വന്യജീവികളോട് വരല്ലേ എന്ന് പറഞ്ഞാൽ അതുകൾ വരാതിരിക്കില്ല അല്ലേ. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും പരിഹാരങ്ങൾ, പ്രധാനപ്പെട്ട എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത വരുന്നത് അപൂർവ ഇനം ജീവജാലങ്ങളെ നേരിൽ കാണാനും അവയെക്കുറിച്ച് പഠിക്കാനും ചിത്രമെടുക്കാനും ഉള്ള ഒരു അവസരം കോട്ടയം ജില്ലയിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ 26-ആം തീയതി വരെയാണ് നടക്കുന്നത്. രാവിലെ 11 മുതൽ രാത്രി 9 വരെയാണ് ഈ പ്രദർശനം നടക്കുന്നത്. അപൂർവ ഇനം ജീവജാലങ്ങളെ നേരിൽ കാണുവാനും അവയെക്കുറിച്ച് പഠിക്കുവാനും അവയോടൊപ്പം ചിത്രമെടുക്കുന്നതിനുള്ള മികച്ച അവസരമാണ് അനാക്കൊണ്ട ഉൾപ്പെടെ അപൂർവ ഇനം പക്ഷികൾ, പാമ്പുകൾ, വിവിധ ഏറ്റവും വലിയ പാറ്റ, മുയൽ, ശുദ്ധജല ആമ, ഏറ്റവും ചെറിയ കോഴി, കുരങ്ങ്, നായ, വിവിധ ഇനം എലികൾ, പല്ലികൾ എന്നിവ ഉൾപ്പെടെ നിരവധി ജീവികളെ നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് കോട്ടയത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. എന്തായാലും എല്ലാവരും ഒന്ന് കയറി കാണുക, പോകാൻ പറ്റാത്തവർ അല്ലേ അതൊന്ന് കയറി കാണുക. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് അതിഥികൾ, വാവ സുരേഷ് പറയുന്നത് പോലെ ഒരുപാട് അതിഥികൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും, അതിനെ തൊടാനായിട്ട് പറ്റും. ചിലതിനെ, എല്ലാത്തിനെയും അല്ല, ചില പാമ്പുകളെ അല്ലെങ്കിൽ നമുക്ക് തൊടാനായിട്ട് പറ്റും, അതിനെ കയ്യിലെടുക്കാനായിട്ട് പറ്റും. ഇഗ്വാന പോലെയുള്ള ജീവികളെ ഒക്കെ നമുക്ക് തൊട്ടറിയാനും അവസരം ഒരുക്കുന്ന ഒരു ഷോയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇല്ലാത്തവർക്ക് നമ്മുടെ വീഡിയോ കയറി കാണാം. അത് കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്യുന്നതാണ്. അതൊന്ന് കയറി കാണുക. അടുത്തൊരു ദുഃഖകരമായിട്ടുള്ള വാർത്ത
വാർത്തയാണ്. റംബുട്ടാൻ തൊണ്ടയിൽ കുടുങ്ങി വയോധിക മരിച്ചു. റംബുട്ടാൻ പഴം കഴിക്കുന്നതിനിടയിൽ കുരു തൊണ്ടയിൽ കുടുങ്ങി വയോധിക മരിച്ചു. 81 വയസ്സാണ് തങ്കമ്മ എന്നൊരു വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റംബുട്ടാന്റെ കുരു പറഞ്ഞാൽ കുറച്ച് നല്ല വലുപ്പമുണ്ട്. അപ്പൊ അത് ചിലവർക്ക് കടിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലവർ റംബുട്ടാൻ ഇതുവരെ കഴിച്ചിട്ടും ഉണ്ടാവില്ല. ഈ ഇടയ്ക്കല്ല അത് കയറി വന്നത്. അതെന്താന്ന് വെച്ചാൽ അത് സോഫ്റ്റ് ആയിട്ടുള്ള ഇതായത് കൊണ്ട് തന്നെ നമ്മൾ വായിലിടുമ്പോൾ തന്നെ ചിലപ്പോൾ അത് ഉള്ളിലേക്ക് തെന്നി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം വീട്ടിലൊക്കെയാണ് കൊച്ചിനൊക്കെ ആണെങ്കിൽ വൈഫൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അരിഞ്ഞിട്ടിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കുരു ഒരിക്കലും നമ്മളത് പോകില്ല. ചിലവർ കുരു തിന്നുന്നവരുണ്ട്. പക്ഷെ അതൊരിക്കലും നല്ലതല്ല. നമ്മുടെ തൊണ്ടയിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ശ്വാസനാളം എന്നൊക്കെ പറഞ്ഞാൽ അന്നനാളം എന്നൊക്കെ പറഞ്ഞാൽ ചെറുതാണ്. അപ്പോൾ അതിലൂടെ അത് ഇറങ്ങി അത് തടസ്സം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ഇതുപോലത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിന് ഇടപെടുത്താതിരിക്കുക. അത് എന്ത് തന്നെ ഫുഡായാലും നമ്മൾ മാക്സിമം അല്ലെ ചവച്ചരച്ച് മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ആമാശയത്തിനൊക്കെ ഉള്ള പണി കുറയ്ക്കുക അല്ലെ. അപ്പോൾ ആ പണി കുറച്ച് നമ്മൾ തന്നെ മാക്സിമം പണിയെടുത്ത് നമ്മൾ ആഹാരങ്ങളൊക്കെ ഇറക്കി വിടുക. അത് നമ്മുടെ ദഹനത്തിനും അതുപോലെയുള്ള നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് അത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഉക്രൈനിൽ നഗരങ്ങളിൽ റഷ്യയുടെ ആക്രമണം എന്ന് പറഞ്ഞ ഒരു തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയാണ് ഇവിടെ വരുന്നത്. യുക്രൈനിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ വ്യാപക നാശം. പാർപ്പിട സമുച്ചയങ്ങൾക്ക് ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. മെട്രോ സ്റ്റേഷനിലും മിസൈൽ വീണു. ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. റഷ്യൻ അതിർത്തിയോട് ചേർന്ന ആണ് വ്യാപകമായി കെട്ടിടങ്ങൾ തകർന്ന് 4 പേരോളം അവിടെയും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ദുഃഖകരമായ വാർത്തയാണ് വരുന്നത്. അതിനോടൊപ്പം തീയണയ്ക്കാൻ ശ്രമിക്കുന്ന ഫോട്ടോയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും യുദ്ധം ഒരു പരിഹാര മാർഗമല്ല, ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ എന്തു തന്നെ ആയാലും അത് ചർച്ച ചെയ്ത് തന്നെ തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, അതോടൊപ്പം മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഹണി ട്രാപ്പ്. നേരത്തെ ഹണി ട്രാപ്പ് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ 5 കോടി തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിലായിട്ടുണ്ട്. വ്യവസായിയുടെ ഭാര്യയുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരത്താണ് ഹണി ട്രാപ്പിന് ഇരയായി ഹൈദരാബാദ് സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് 5 കോടി തട്ടിയെടുത്ത കേസിൽ നെയ്യാറ്റിൻകര അരുവിപ്പുറം സ്വദേശിനി റോഷ്നി സുരേഷിനെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വഞ്ചൂർ പോലീസാണ് എറണാകുളത്ത് നിന്നാണ് റോഷ്നിയെ അറസ്റ്റ് ചെയ്തത്. ഗർഭിണിയാക്കിയെന്ന് ഭീഷണിപ്പെടുത്തി ഫ്ളാറ്റും സ്വർണ്ണാഭരണങ്ങളും പണവും ഉൾപ്പെടെ 5 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇവർ തട്ടിയെടുത്തതെന്നാണ് പരാതി. റോഷ്നി മുമ്പ് 4 വിവാഹം കഴിച്ചിട്ടുള്ളതായും വിവരം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജാമ്യത്തിൽ വിട്ടു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോഴും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് വ്യവസായികളാണ് ഇതിൽ ഇരയാവുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ പത്രങ്ങളിലും അല്ലെ. അതുപോലെ തന്നെ 700 കോടിയുടെ തട്ടിപ്പ് നടത്തിയ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. തട്ടിപ്പിന് ഇരയായവരെ നിശബ്ദരാക്കി കള്ളപ്പണം. ഹണി ട്രാപ്പ് കുരുക്കുകൾ എന്നാണ് തലക്കെട്ടോടുകൂടി വന്നിരിക്കുന്നത്. US പ്രതിരോധ വകുപ്പിന് വേണ്ടി ഇന്ത്യയിൽ ആയുധം നിർമ്മിക്കുവാനുള്ള വ്യാജ കരാർ കാട്ടി 700 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ VPVV കമ്പനി നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ ഒരുക്കിയത് കള്ളപ്പണം ഹണി ട്രാപ്പ് കുരുക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ മണി ചെയിൻ മാതൃകയിൽ നിക്ഷേപകരെ 4 തട്ടിൽ നിർത്തിയാണ് VPVV നിക്ഷേപം വാങ്ങിയിരുന്നത്. 10 കോടിയിലധികം നിക്ഷേപിക്കാൻ ശേഷിയുള്ള കള്ളപ്പണം കൈവശമുള്ളവരെയായിരുന്നു ഒന്നാമത്തെ ഇരകൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കള്ളപ്പണം പെരുകുന്നു എന്നുള്ളൊരു ഇത് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ആ കള്ളപ്പണം വെളുപ്പിക്കാൻ നോക്കിയവരാണ് ഇത് പെട്ടിരിക്കുന്നത്. അത് കാരണം അവർക്ക് കേസ് കൊടുക്കാനും പറ്റില്ല ചിലവർക്ക്. ഇപ്പൊ ഇത് ഡയറക്റ്റ് കേസെടുത്തിരിക്കുന്നതാണ്. ഏതെങ്കിലും കുറച്ചു പേരൊക്കെ അവരെ ടാക്സ് അടച്ച പണം നിക്ഷേപിച്ചു കാണും. അവരായിരിക്കും ഈ കേസ് ഒരുപക്ഷെ കൊടുത്തിരിക്കുന്നത് അല്ലെ. പിന്നെ അടുത്ത യുദ്ധത്തിന്റെയാണ്, ഒരു മെയിൽ ഈഗോന്റെയാണ്. അതിപ്പോ ഒരുമാതിരി സിനിമ സ്റ്റൈലിലാണ് പോണത്. ട്രംപ് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ആ ഡയലോഗിലാണ് ഹെഡിങ് തന്നെ, വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയ എനിക്ക് ഒന്നുമില്ല എന്ന് ട്രംപ്. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇറാനും ജൂൺ 17 ഒപ്പിട്ട ഇസ്ലാമാബാദ് ധാരണാപത്രത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയാൽ തനിക്ക് ഒന്നുമില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അപ്പൊ ഇത് കേട്ട് നിന്ന് എന്തായാലും ഇറാൻ പ്രസിഡന്റ് എന്തായാലും വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പൊ ഇറാൻ പ്രസിഡന്റ് അതിന് മറുപടി പറഞ്ഞിരിക്കണ, സാത്താൻ ഇനി മേഖലയിൽ ആധിപത്യം പുലർത്തില്ല, മുസ്താബ ഖാംനായി. അപ്പൊ സാത്താന് വിശേഷിപ്പിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്താബ ഖാംനായി പശ്ചിമേഷ്യയിൽ ആധിപത്യം പുലർത്താനുള്ള അമേരിക്ക എന്ന ചെകുത്താന്റെ ക്രിമിനലിന്റെ ശ്രമങ്ങൾ ഇനി വിജയിക്കില്ലെന്ന് മുസ്താബ പറഞ്ഞു.
ഇപ്പോഴും ആ സംഘർഷം തുടരുകയാണ് അല്ലെ. ഈ സംഘർഷം തുടരുമ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്കാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം ബോംബ് വീഴുന്നത് അവിടെയാണെങ്കിലും പക്ഷെ പല അടുക്കളകളും പുകയുന്നത് അവിടെ നിന്നുള്ള ഗ്യാസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പെട്രോൾ ഉൾപ്പെടെ ഡീസൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ വരുമ്പോഴാണ്. അത് പക്ഷേ ഈ യുദ്ധം നടക്കുമ്പോൾ ഈ ഹോർമോസ് കടലെടുക്ക് അവരെ ഇറാന്റെ കൈവശമുള്ള ഒരു കടലെടുക്കാണ്. അപ്പോൾ അവരത് അവിടെ ബ്ലോക്ക് ചെയ്യുകയും ഇങ്ങോട്ടുള്ള എണ്ണകൾ വരാതിരിക്കുകയും ക്രൂഡ് ഓയിൽ പോലുള്ള സാധനങ്ങൾ വരാതിരിക്കുകയും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ഇവർ എത്രയും പെട്ടെന്ന് ഇവർ തന്നെ ശ്രമിച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ള രാജ്യങ്ങളുടെ കയ്യിൽ അത് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നതെന്ന് പറഞ്ഞാൽ വേദന സംഹാരി മരുന്നുകളെടുത്ത് 2 മലയാളികളാണ് ഇതിൽ പിടിയിലായിരിക്കുന്നത്. കുറച്ചൊന്നും അല്ല കേട്ടോ, 23 ടൺ ട്രമഡോൾ ഹൈഡ്രോക്ലോറൈഡ് ഗുളികകൾ കടത്തിയെന്ന് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് അറിയിച്ചിരിക്കുകയാണ്. അതായത് ലഹരി മരുന്നായി ഉപയോഗിക്കാറുള്ള വേദന സംഹാരി മരുന്നായ ട്രമഡോൾ ഹൈഡ്രോക്ലോറൈഡിൻ്റെ 12 കോടി ഗുളികകൾ കള്ളക്കടത്ത് നടത്തിയ കേസിൽ 2 മലയാളികളെയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് പിടികൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശി ഒരു ഉമേഷ് കുമാറിനെയും മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി ഒരു ഫിർദൌദ് എന്നിവരെയുമാണ് അറസ്റ്റിലായിരിക്കുന്നത് അല്ലെങ്കിൽ പിടിയിലായിരിക്കുന്നത്. കൊച്ചി വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് കസ്റ്റം പ്രിവന്റീവ് വിഭാഗത്തിന്റെ സഹായത്തോടെ ഇടപ്പള്ളിയിൽ ശനിയാഴ്ച കാർ തടഞ്ഞ കസ്റ്റഡിയിലെടുത്ത് ഇവരെ പിടിച്ചത്. അപ്പോൾ ആലോചിച്ചു, ഇപ്പോഴും ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മരുന്ന് കൊടുക്കാൻ പാടില്ല, ചിലർ ഒന്ന് വഴക്കൊക്കെ ഉണ്ടാക്കും, അതെന്തുകൊണ്ട് തരാൻ പറ്റില്ല എന്നൊക്കെ. ഇപ്പം ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത്. പക്ഷേ അതിന് വരെ എന്ത് ചെയ്യുന്ന തടസ്സം പിടിക്കുന്ന രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു സ്പോർട്സ് ന്യൂസ് ആണ്. നമ്മളിവിടെ ഫിഫ പറയുമ്പോഴും ഇവിടെ ഇന്ത്യയിൽ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്. അപ്പൊ ഫിഫയിൽ മാത്രമല്ല ഇംഗ്ലണ്ട് എന്തായാലും ക്രിക്കറ്റിലും ജയിച്ചിട്ടുണ്ട്. ഇന്ത്യ കപ്പാണ് ജയിച്ചിരിക്കുന്നത്. 3ാം ഏകദിനത്തിൽ എന്തായാലും ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയമാണ് കിട്ടിയിരിക്കുന്നത്. രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചിട്ടുണ്ടെങ്കിലും അതെന്തായാലും ഇന്ത്യക്ക് ഗുണമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കളി നടക്കേണ്ടതും കൂടി ഞാൻ ഇപ്പൊ ഇത് കാണുമ്പോൾ അറിയണം. നമ്മളത് ശ്രദ്ധിക്കണ തന്നെ ഇല്ല വേൾഡ് കപ്പ് കാരണം. വേൾഡ് കപ്പിൽ മുങ്ങിപ്പോയ കളിയാണ് ക്രിക്കറ്റ് വരുന്നത്. പക്ഷെ അതിൽ ഒരു സന്തോഷ വാർത്ത എന്തെന്നാല് ഇപ്പം സൂപ്പർ സിന്ധു എന്നുള്ളൊരു പറഞ്ഞ ഒരു വാർത്ത വരുന്നുണ്ട്. കാരണം നമ്മുടെ ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റണിൽ PV സിന്ധുവിന് സ്വർണം ലഭിച്ചിരിക്കുകയാണ്. അതെന്തായാലും എല്ലാം ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. തൂവൽ കൊട്ടാരത്തിലെ നഷ്ടമായ സിംഹാസനം തേടിയുള്ള ഇന്ത്യൻ താരം PV സിന്ധുവിന് വിജയക്കുതിപ്പ്. അടുത്ത മാസം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ 6ാം ലോക കിരീടം തേടിയിറങ്ങുന്ന സിന്ധു ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ടൂർണമെന്റ് ഫൈനലിലാണ് വിജയമധുരം രുചിച്ചത്. വനിതാ സിംഗിൾസിലെ കലാശപ്പോരിൽ ജപ്പാന്റെ അകാനെയാണ് നേരിട്ടുള്ള ഗെയിമുകൾക്ക് കീഴടക്കിയത്. 19 മാസത്തെ കിരീട വരൾച്ചയ്ക്കു സിന്ധു വിരാമം കുറിച്ചു എന്നാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള വാർത്ത വരുന്നത്. അപ്പൊ എന്തായാലും അത് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഇംഗ്ലണ്ടിന്റെ കാര്യം ഇപ്പോൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പൊ ഇംഗ്ലണ്ട് ഫുട്ബോളിലും വിജയിക്കുന്നു, ക്രിക്കറ്റിലും വിജയിക്കുന്നു. ഇതാണ് രണ്ടിനും പ്രാധാന്യം കൊടുക്കുമ്പോഴുള്ളൊരു ഗുണം അല്ലെ. ഇന്ത്യയിൽ ഇപ്പോൾ ക്രിക്കറ്റിന് മാത്രം പ്രാധാന്യം കൊടുത്തത് കാരണം ഇന്ത്യയുടെ ഇത് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഈ ഫുട്ബോളിലും ഇപ്പോൾ ഇവിടെ വരേണ്ടതാണ് അല്ലെ. അപ്പോൾ എന്തായാലും ഇംഗ്ലണ്ട് 387 റൺസാണ് എടുത്തത്. ഇംഗ്ലണ്ടിനെതിരായ 3ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് 388 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 50 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസാണ് നേടിയത്. സെഞ്ചുറി നേടിയ ബെൻ ഡക്കറ്റ് 141 റൺസാണ് അടിച്ചു കൂട്ടിയത്. ഒന്ന് ആലോചിച്ചു നോക്കും. അപ്പോ എന്തുമാത്രം അടിയാണ് ഏകദിനത്തിലേക്ക് അടിച്ചതെന്ന് പറഞ്ഞു. അതെ. അപ്പൊ രോഹിത് ശർമ്മയുടെ സെഞ്ചുറി അത് പാഴായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അത് കാണുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ കൊട്ടിക്കേറുന്ന ഒരു സമയത്താണ് നമ്മളെല്ലാവരും ഈ സമയത്ത് നിൽക്കുന്നത്. കാരണം ഒന്നാലോചിച്ച് നോക്കൂ, ഇത്രയും നാളും ഇതുപോലെ ലഹരി കടത്തുകളും അല്ലെങ്കിൽ ലഹരി ഉപയോഗവും കൂടി വരുന്ന കേരളത്തിൽ ഈ കുറച്ച് ദിവസങ്ങൾ, ഒരു 2 മാസമായുള്ളൂ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന കോടികളുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തതും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ 390 പേരെ ഏതാണ്ടാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട്
അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കി, ഇത് വിതരണം നടത്തുന്നവരെ ആണെങ്കിലും അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിലും സമൂഹത്തിന് ഒരുപാട് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, മദ്യവും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, സർക്കാർ അനുമതിയോടുകൂടിയല്ലേ കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ മദ്യം കൊടുക്കുന്നതിലും അതിനൊരു കണക്കുണ്ട്, അതിന് ഇതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മദ്യത്തിനൊരു വീര്യമുണ്ട്. പക്ഷെ അതിൽ കൂടുതലാണ് മറ്റുള്ള രാസലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഉള്ളത്. കാരണം അടുത്ത് നിൽക്കുന്ന ആളെപ്പോലും തിരിച്ചറിയാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ മാറാം. അപ്പോൾ അത് സമൂഹത്തിന് തന്നെ ഒരു ഭീഷണിയായി മാറുന്നു. അപ്പോൾ ഓപ്പറേഷൻ തൂഫാനോട് എപ്പോഴും എല്ലാവരും ഒന്നിച്ചു നിൽക്കും അതിനോടനുബന്ധിച്ച്. അതുപോലെ മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൽ കൃഷിക്കും വെള്ളമില്ല എന്നുള്ളൊരു വാർത്തയാണ്. ജലനിരപ്പ് താഴ്ന്ന വൈഗാ ഡാമിന്റെ തമിഴ്നാട് ഗുഡലൂരിൽ നിന്നുള്ള ഒരു ദൃശ്യം ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് കഴിഞ്ഞ തവണത്തേക്കാൾ 18 അടിയോളം താഴ്ചയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വെള്ളമില്ലാതെ തമിഴ്നാട്ടിലെ കൃഷി പ്രതിസന്ധിയിലേക്കും പോകുന്നു. ഇപ്പോൾ കൃഷിയൊക്കെ പ്രതിസന്ധിയിലേക്ക്, അതും തമിഴ്നാട്ടിലെ കൃഷി പ്രതിസന്ധിയിലേക്ക് പോയാൽ അത് കേരളത്തിന് തന്നെയാണ് വീണ്ടും നഷ്ടമുണ്ടാകുന്നത്. കാരണം ഓണം വരാൻ പോവാണ്. ഇപ്പൊ ഈ ഓണം വരാൻ പോകുമ്പോൾ വെള്ളമില്ലാതെ ഇരുന്നാൽ കൃഷിക്ക് നഷ്ടമുണ്ടായാൽ ഒരു പക്ഷേ ഓണവിപണിയെ തന്നെ ബാധിച്ചേക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് ഓണത്തിന് പച്ചക്കറിക്ക് പകരം നോൺ വെജ് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ മാറും. പക്ഷെ എന്നിരുന്നാലും ചിക്കനും വില കൂടിയിരിക്കുകയാണ്. അപ്പൊ അതും 200 അപ്പോ ഒന്നാലോചിച്ച് നോക്കൂ, 150 അല്ലെങ്കിൽ 140 30 നിന്ന ചിക്കൻ ഇപ്പൊ 200 ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇതുപോലെയുള്ള പച്ചക്കറികൾ സുലഭമായി കേരളത്തിലേക്ക് വരണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അതിനൊരു പരിഹാരമാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും വെള്ളമില്ലാത്തതിന്റെ പേരിലാണ് ഇപ്പോൾ ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നത്. കാരണം ഈ വർഷം മഴ കുറവായിരുന്നു, അല്ലെ? തീർത്തും കുറവായിരുന്നല്ല, തീർത്തും ഇല്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയൊക്കെ മാറുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിശ്വസിക്കാം, അല്ലെ? അടുത്തൊരു പ്രധാന വാർത്ത, ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ചതാണ്, ഈ ഓപ്പറേഷൻ തൂഫാൻ. കുത്തേറ്റ് യുവാവ് മരിച്ച നിലയിൽ എന്ന് പറയുന്ന ഒരു വാർത്തയാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. ലഹരി കച്ചവടത്തെക്കുറിച്ച് തൂഫാന് വിവരം നൽകിയതിലുള്ള പ്രതികാരം എന്നാണ് സൂചന എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. രാത്രി നഗരമധ്യത്തിലെ വീട്ടിൽ യുവാവിനെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. പാളയം പച്ചക്കറി മാർക്കറ്റിനോട് ചേർന്ന് ബിജു എന്ന് പറയുന്ന ആളെയാണ് പുലർച്ചെ വീട്ടിൽ മുറിയിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്തെ ലഹരി കച്ചവടക്കാരെ കുറിച്ച് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലെ പോലീസിന് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയതിലുള്ള പ്രതികാരമെന്നാണ് സൂചന. ഒന്നാലോചിച്ച് നോക്കൂ, ഇപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്, രാസലഹരി ഉപയോഗിക്കുമ്പോൾ, അല്ലെ, അതൊക്കെ വലിയൊരു പ്രശ്നത്തിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നഗരമധ്യത്തിൽ രക്തക്കളം എന്ന് പറയുന്ന കോട്ടയത്ത് തന്നെയുള്ള ഒരു വാർത്തയാണ്. അർദ്ധരാത്രി യുവാവ് കൊല്ലപ്പെട്ടു. വിളിക്കാൻ വാങ്ങിയ ഫോൺ തിരികെ കൊടുക്കാത്തത് കൊലയ്ക്ക് കാരണമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കുക, ഇപ്പൊ നമ്മുടെ ഫോണൊക്കെ നമ്മൾ ഒരാൾക്ക് വിളിക്കാൻ കൊടുക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണം. കാരണം മറ്റൊരാൾ അത് എന്ത് യൂസിനാണ് ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ വീട്ടിലേക്ക് വിളിക്കാനെന്നൊക്കെ പറഞ്ഞായിരിക്കും മേടിക്കുന്നത്. പക്ഷെ അവർ വിളിക്കുന്നത് വേറെ ആളുകളായിരിക്കും, അതിൽ പെട്ടുപോകുന്നത് സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ജനങ്ങളായിരിക്കും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ച് മുന്നേറുകയാണെങ്കിൽ അത് വളരെ നിങ്ങളുടെ ജീവന്, അല്ലെ, ഹാനി വരുത്താതെ ഇരിക്കും. മറ്റൊരു വാർത്ത വരുന്നത്, ഇൻഷുറൻസ് തട്ടാൻ യുവതിയുടെ കൊടും ക്രൂരത. ഇപ്പം എല്ലായിടത്തും എന്താണ്, പൈസയ്ക്ക് വേണ്ടിയുള്ള പരാക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എത്ര കിട്ടിയാലും ഒരു മതി അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാത്തൊരു കാര്യം മാത്രമേ ഉള്ളൂ, അത് സാമ്പത്തികമാണ്. കാരണം ഫുഡൊക്കെ ആണെങ്കിലും ഭക്ഷണമൊക്കെ ആണെങ്കിലും നമ്മൾ വയറ് നിറയുമ്പോൾ പിന്നെ അതിൽ കൂടുതൽ നമ്മൾ കഴിക്കില്ല. പക്ഷെ ഇത് എത്രത്തോളം കിട്ടിയാലും ആർക്കും അത് മതിയാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഭർത്താവിനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്നു എന്നാണ് ഇതിലൊരു വാർത്ത വരുന്നത്. ഇൻഷുറൻസ് നോക്കിയായി ഭർത്താവിനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന യുവതിയും കാമുകനും അറസ്റ്റിൽ. രാത്രി ഉറക്കഗുളിക കലർത്തിയ പാൽ നൽകി ഭർത്താവിനെ ബോധരഹിതനാക്കിയ ശേഷമാണ് പാമ്പുകളെ കിടക്കയിലിട്ടത്. ഒന്ന് ആലോചിച്ചു, എത്രത്തോളം ക്രൂരമായിട്ടുള്ള ഒരു നടപടി. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെയാണ്, കേരളത്തിലും ഇതുപോലെ തന്നെ, അല്ലെ, പാമ്പ് കടിയേറ്റ് യുവതി മരിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ എന്താ പറയാ, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഒക്കെയാണ് ഇതിലേക്കൊക്കെ മുതിരുന്നത്. ഒരിക്കലും നമ്മൾ കാശിന്റെ പുറകെ പോകരുത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മുടെ പുറകെയാണ് പൈസ വരേണ്ടത്, അല്ലെ? അങ്ങനെയാണ് ശരിക്കും നടക്കേണ്ടത്. പക്ഷെ ഇപ്പൊ ഇത് വളരെയധികം ദുഃഖകരമായ വാർത്തകളൊക്കെയാണ് നമുക്കിപ്പോൾ ഇന്ത്യയിൽ മൊത്തം അല്ലെങ്കിൽ ലോകത്ത് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാർത്ത, ഒരു ടെക്കി ദേവി വിഗ്രഹം എടുത്ത യുവതി കുളത്തിൽ ചാടി ആ യുവതി മരണപ്പെട്ട ഒരു വാർത്തയാണ്. തേജസ്വിനി എന്ന് പറയുന്ന ഹൈദരാബാദിലാണ് വിവസ്ത്രയായി വീട് വിട്ടിറങ്ങിയ വനിതാ ടെക്കി
സമീപത്തെ ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹം എടുത്ത് കുളത്തിൽ ചാടി ജീവനൊടുക്കി. വിഗ്രഹം കാണാത്തതിനെ തുടർന്ന് ക്ഷേത്ര ജീവനക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെടുത്തത്. പക്ഷേ വിഗ്രഹത്തിനായി തെരച്ചിൽ തുടരുകയാണ്. വിഗ്രഹം ഇതുവരെ കിട്ടിയിട്ടില്ല. ബാംഗ്ലൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ തേജസ്വിനിയാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 2:30 സംഭവം. അപ്പോൾ ഇത് CCTV-യിൽ കിട്ടിയത് കാരണമാണ് ഇത് എന്താണെന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ CCTV-യുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോവാം. കാരണം ഇപ്പോൾ നമ്മുടെ പാതയോരത്തുള്ള CCTV-കളെല്ലാം നിശ്ചലമായിരിക്കുന്ന അല്ലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി നടക്കുകയാണെങ്കിൽ ഒരുപാട് അക്രമങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങളെല്ലാം തടയാനായിട്ട് അല്ലെ ഒരു പരിധിവരെ നമുക്ക് കുറ്റവാളികളെ കണ്ടെത്താനായിട്ട് സഹായിക്കും. അപ്പം അതിൻ്റെ കാര്യത്തിലും സർക്കാർ എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് അല്ലെ. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ വൈദ്യുതി മുടക്കത്തിന് കാരണവുമായി മന്ത്രി എത്തിയിരിക്കുകയാണ്. മഴയില്ലാത്തത് മൂലം ദീർഘകാല കരാർ റദ്ദാക്കിയെന്നാണ് പറയുന്നത്. മഴ കുറഞ്ഞത് വൈദ്യുതി 4.29 രൂപയ്ക്ക് ലഭിക്കുമായിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കിയത് മൂലമാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ ഇരിട്ടിയിലാണ് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇതിനായി എല്ലാവരും പ്രാർത്ഥിക്കണം. പകൽ 1 പൈസയ്ക്ക് ലഭിക്കുന്ന വൈദ്യുതി രാത്രി 10 രൂപയ്ക്ക് വരെ നൽകി വാങ്ങേണ്ടി വരുന്നു. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി സംഭരിക്കാൻ സംവിധാനമില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം മഴയ്ക്കായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ എനിക്ക് വൈശാലി സിനിമയാണ് ഓർമ്മ വരുന്നത് അല്ലെ. വൈശാലി സിനിമയിൽ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ യാഗം നടത്തി മഴ പെയ്ച്ചതുപോലെ ഇനി ഇവിടെ ഒരു ഋഷ്യശൃംഖലയൊക്കെ കൊണ്ടുവന്ന് യാഗം നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. എന്തായാലും മഴ കുറവ് തന്നെയാണ്. അതൊരു പ്രതിസന്ധിക്ക് കാരണമായി മാറിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സർക്കാർ ഗവൺമെന്റ് അല്ലെ ആ എന്താണ് വൈദ്യുതി മുടക്കം വരാതെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ആ വൈദ്യുതി മുടക്കമൊക്കെ വരുന്നത്. പക്ഷേ അതിന്റെ പിന്നിൽ എത്രത്തോളം പൈസ കൊടുത്താണ് ഇത് മേടിച്ചത്, എത്രത്തോളം കടത്തിലേക്കാണ് ഇത് പോയിരിക്കുന്നതെന്നൊക്കെ ഇനി അറിയാനുണ്ട് അല്ലെ. അതേ സമാനമായിട്ടുള്ള ന്യൂസാണ് ദീപികയിലുള്ളത്. കേരളത്തിൽ ഷീറ്റ് ക്ഷാമം, ഏലത്തിൽ ആശങ്ക. കാപ്പി വില ഉയരാൻ സാധ്യത, മഴക്കുറവിൽ ഏലത്തിന് ആശങ്ക. വെളിച്ചെണ്ണയിൽ വിലക്കയറ്റ പ്രതീക്ഷ. ഏലത്തോട്ടത്തിൽ പരുങ്ങലിൽ. കാലവർഷത്തിനിടയിൽ അപൂർവം മാത്രം സംഭവിക്കുന്ന ഉയർന്ന പകൽ താപനില മൂലം ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങളുടെ സ്ഥിതി പരുങ്ങലിൽ. എൽ നീനോ കാലാവസ്ഥ പ്രതിഭാസത്തിനിടയിൽ മഴയുടെ ലഭ്യത കുറഞ്ഞത് കാർഷിക മേഖലയിൽ ആശങ്ക പരത്തി. സാധാരണ കാലവർഷത്തിന്റെ വരവ് ആഘോഷമാക്കി ഓഗസ്റ്റ് ഏലത്തോട്ടങ്ങളിൽ ബമ്പർ വിളവെടുപ്പിന് അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഇക്കുറി മഴ ചതിച്ചതോടെ കർഷകർ പ്രതിസന്ധിയിലായി. പല തോട്ടങ്ങളിലും യഥാസമയം വള പ്രയോഗങ്ങൾക്ക് പോലും അവസരം ലഭിച്ചില്ല. ചില തോട്ടങ്ങളിൽ കീടബാധ ആക്രമണങ്ങളും വ്യാപകമായി. മുന്നിലുള്ള മാസങ്ങളിൽ ഉൽപാദനം ചുരുങ്ങാനും ഇടയുണ്ട്. അപ്പോ എന്തായാലും സാധനങ്ങൾക്കൊക്കെ ഇനി തീവിലയാകുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കരുതേണ്ടത് അല്ലേ. അതെ, കുറെ പേര് കാപ്പി കുടിക്കുന്നുണ്ട്. അപ്പൊ കാപ്പിക്ക് ഇനി വില കൂടുമ്പോ നല്ല രസം. ഒന്നാമതാണ് ഇപ്പൊ എല്ലാത്തിനും വില കൂടുതലാണ് അല്ലെ. കാരണം ഈ ഗ്യാസിന്റെ വില വർദ്ധിച്ചതോടെ അല്ലെങ്കിൽ ഗ്യാസ് കിട്ടാനില്ലാതെ വന്നതോടെ എല്ലായിടത്തും എല്ലാ സാധനങ്ങൾക്കും വില കൂടി. അതായത് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നവരെ സംബന്ധിച്ച് എല്ലാത്തിനും വില കൂട്ടിയിരിക്കുകയാണ്. ഇതുപോലെ അടുത്തൊരു വാർത്തയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദുഃഖകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ ശ്രീനഗറിൽ മിന്നൽ പ്രളയത്തിൽ വിറച്ച് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് വരുന്നത്. 14 മരണമാണ്, നിരവധി പേരെ കാണാതായിട്ടുണ്ട്. നാഗാലാൻഡിൽ 8 മരണവും ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും വിറച്ച് ജമ്മു കാശ്മീർ. വിവിധ മേഖലയിൽ നിന്ന് മേഘവിസ്ഫോടനവും ഉരുൾപൊട്ടലും ഉണ്ടായി. 14 പേര് മരിച്ചിട്ടുണ്ട് ഇതിൽ. അതുപോലെ നിരവധി പേരെ കാണാറുമായിട്ടുണ്ട്. 100 കണക്കിന് വാഹനങ്ങൾ ഒലിച്ചു പോയതായിട്ടാണ് നമുക്കിവിടെ റിപ്പോർട്ട് ലഭിക്കുന്നത്, പത്രത്തിലുള്ളത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായി. ഇവിടെ കേരളത്തിൽ മഴയില്ല, പക്ഷേ ജമ്മു കാശ്മീരിൽ മേഘവിസ്ഫോടനം ഉൾപ്പെടെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അവിടെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഇതിൽ പറയാനുള്ളത് അല്ലേ. എത്രയൊക്കെ ആണെങ്കിലും പ്രളയം അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ വന്നാൽ നമ്മളിപ്പോൾ വയനാട് കണ്ടതാണ്. ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയ പോലുമില്ല അല്ലെ. അപ്പോൾ അത് ഒരുപാട് ജീവനുകൾക്ക് നഷ്ടമുണ്ടാകും. അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇപ്പം അതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കർഷകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വരുന്നത്. എല്ലാത്തിനും വില കൂടുന്ന ഉള്ളൊരു വാർത്തയാണ്. നാടൻ കുരുമുളകിന് നല്ല വിലയാണ്. അതുപോലെ തന്നെ തോട്ട് റബ്ബറിന് 283 രൂപ വരെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുതിച്ച് വെളിച്ചെണ്ണ കൊപ്ര വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പൊളിത്തയിലേക്ക് തേയിലേക്ക് അതിനും വിലക്കയറ്റമുണ്ട്. ഒരെണ്ണത്തിന് മാത്രമേ
ഈ സമയത്ത് വില കുറഞ്ഞോളൂ അത് സ്വർണത്തിനാണ്. അപ്പോൾ ഇത്രയും നാൾ സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ സ്വർണത്തിന് വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ 13,100 സംതിങ് ആണ് സ്വർണ്ണവില ഗ്രാമിന് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനിയും കുറയാനായിട്ടാണ് സാധ്യതകൾ വിപണിയുടെ വില അനുസരിച്ച് കാണുന്നത്. എന്തായാലും ഒഴിച്ചുകൂടാനാകാത്ത കുറച്ച് അധികം സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും മലയാളികൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു നിത്യോപയോഗ സാധനമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഒരു മൂല്യമായിട്ട് ഒരു അസറ്റായിട്ട് മാത്രം നമുക്ക് കരുതാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന് വില കുറഞ്ഞു. ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ തീവില ആയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വിപണി ഇനി ഒന്ന് പൊള്ളും അല്ലേ? അപ്പോൾ അങ്ങനെ പൊള്ളാതിരിക്കട്ടെ. ആ വിലക്കയറ്റമൊക്കെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളൊക്കെ സർക്കാർ എന്തായാലും അതിനുള്ളൊരു പദ്ധതികളൊക്കെ തയ്യാറാക്കി ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ പത്രവാർത്ത ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ കൂടുതൽ വാർത്തകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.